ഹായ് ഹലോ. ഞാൻ ഇന്നൊരു കാര്യം പറയാൻ പോവാട്ടോ. ഒരു 90 കിഡ്, ഒരു 70 കിഡ്, ഒരു 2K കിഡ്, പിന്നെ ഒരു ആന്റി കിഡ്, ഇത്രയും ചേർന്നതാണ് ഞങ്ങളുടെ ഫാമിലി. ഇതൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. പല വീടുകളിലെയും പോലെ പൊട്ടിത്തെറികളും പൊട്ടിച്ചിരികളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഹിമാലയൻ മഞ്ഞുരുക്കവും സർവ്വസാധാരണം. 70 കിഡിനെ ആരെങ്കിലും എതിർത്താൽ ഞാൻ 70 കിഡാവും. 90 കിഡിനെ ആരെങ്കിലും എതിർത്താൽ ഞാൻ 90 കിഡാവും. 2K കിഡ്സിനെ ആരെങ്കിലും എതിർത്താൽ ഞാൻ 2K കിഡും ആവും. അങ്ങനെ ജനറേഷൻ ഗ്യാപ്പ് എന്ന കുണ്ടാമണ്ടി ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പേരിട്ടതാണ് ആന്റി കിഡ് എന്ന്. ആരെയും ഒറ്റയ്ക്കാക്കുന്ന ശീലം ആന്റി കിഡിനില്ല. എതിർക്കുമ്പോൾ മാത്രമല്ല, നല്ലത് പറഞ്ഞാലും ആന്റി കിഡ് സമ്മതിക്കൂല. അപ്പൊ ആന്റി കിഡ് പറയും, ഓ അത്രയ്ക്കൊന്നും ഇല്ലെന്നേ, വെറുതെ പറയണ്ട. ഇത് എന്തിനാണെന്നറിയോ? എന്റെ കൊച്ചുങ്ങളെ കണ്ണു വയ്ക്കണ്ടെന്ന് കരുതിയിട്ടാട്ടോ. എന്തു പറഞ്ഞാലും 70 കിഡാണ് കൂടുതൽ വാശി. 2K കിഡാവട്ടെ തൊട്ട് താഴെയുണ്ട്. 90 കിഡാവട്ടെ പരോപകാരിയും പക്വതയുള്ളതുമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആന്റി കിഡിനെ പോലെ. ഏത് തരം കിഡാണ് നല്ലതെന്ന് ചോദിച്ചാൽ കുറച്ച് ആലോചിക്കണം ഉത്തരം കിട്ടാൻ. അധ്വാനശീലം കൂടുതൽ 70, ബുദ്ധിവൈഭവവും ചിന്താശക്തിയും കൂടുതൽ 90, ടെക്നിക്കലി വളർച്ച കൂടുതൽ 2K. ഇതിലെല്ലാം തലവെച്ച് കൊടുക്കുന്ന ആന്റി കിഡാകട്ടെ എല്ലാ നന്മതിന്മകളും ഒന്നിച്ചൊഴുകുന്ന കാട്ടാറ് പോലെയാണ്. ആരെന്ത് ചെയ്താലും കാട്ടാറിൽ ചെന്ന് കുളിച്ച് ശുദ്ധമാക്കാം. ആന്റി കിഡിന്റെ വായിന്ന് എന്തെങ്കിലും കേട്ടാൽ എല്ലാവർക്കും സുഖമായി കിടന്നുറങ്ങാം. എന്നാൽ ആന്റി കിഡാകട്ടെ കഥകളെയും കവിതകളെയും താലോലിച്ച് ഒന്നുറങ്ങുന്നത് പാതിരാക്കാണ്. പുറത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്താലും കിച്ചണിലെ കാര്യങ്ങൾ എല്ലാം ലേഡീസ് ഓൺലി എന്ന മട്ടാണ് 70 കിഡിന്. ഏതു കാര്യവും ആവശ്യം വന്നാൽ ദ്രുതഗതിയിൽ അങ്ങ് ചെയ്തു തീർക്കും 90s കിഡ്. എന്നാൽ 2K കിഡാകട്ടെ നന്നായി ഒന്നും ചെയ്യാതിരുന്നത് എന്ന പരസ്യം കണ്ടിട്ടില്ലേ? അതുപോലാണ്. ആവശ്യം വന്നാലും ചെയ്യില്ല, അത്യാവശ്യം വന്നാലും ചെയ്യില്ല. എന്നാൽ വലിയ ആവശ്യം വന്നാൽ, അതായത് ആന്റി കിഡ് പ്രതിരോധം തീർക്കുമ്പോൾ എന്നങ്ങ് തുടങ്ങും. പിന്നെ തീരും വരെ വിശ്രമമില്ല. ഇനി നിങ്ങൾ പറ, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയെന്ന്. ഏത് കിഡാണ് നല്ലതെന്നും പറ. ശുഭദിനം.